ബസൂക്ക സിനിമയെ പറ്റിയിട്ടുള്ള മൂവി റിവ്യൂ ആണ്. മമ്മൂട്ടിയുടെ സിനിമകൾ നമുക്ക് എന്നും ഹരാണ്, അതിന് കോംപ്രമൈസ് ഒന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ ഹരത്തെ മൊത്തം നശിപ്പിക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടിയുടെ സ്റ്റൈലൊക്കെ അപാരമാണ്. മമ്മൂട്ടിയുടെ മറ്റേ മികവ് കാണിച്ച സിനിമയുടെ തിരക്കഥയെ പരമാവധി ഉയർത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും പരാജയമാണ്. മമ്മൂട്ടിയുടെ അഭിനയം ഇല്ലാട്ടോ പരാജയം. ആ തിരക്കഥയ്ക്ക് എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്താലും ആ തിരക്കഥ നമ്മുടെ ഇടയിലേക്ക്, ആ കഥ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ഇറങ്ങി വരാൻ വേണ്ടി ഒരു തരത്തിലും സാധിക്കുന്നില്ല. ഒരു അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ബെഞ്ചമിൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഗൗതം മേനോൻ വാസുദേവൻ കമോൺ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് നമ്മൾ ആകാംക്ഷ ഉണ്ടാക്കുന്ന പോലെയുള്ള മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമുക്കൊന്നും തോന്നില്ല. കാരണം ഒരു എലമെൻറ്റും നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില സമയത്ത് തോന്നില്ല. ഭയങ്കര ലാഗുമാണ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ബോറടിക്കും സിനിമ എന്ന് പറയുന്നത്. ചില സീക്വൻസുകളുണ്ട് ചിലത് അത് ഭയങ്കര രസമായിട്ട്, ഒരു അമ്പലത്തിലുള്ള ഒരു മോഷണം കാണിക്കുന്നുണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്, അതും വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന രീതിയിൽ പ്രേക്ഷകരെ ഒരു തരത്തിലും പിടിച്ചിരുത്താൻ പറ്റാത്ത ഒരു സിനിമയായിട്ട് ബസൂക്ക മാറി. അതുപോലെ തന്നെ പല കഥാപാത്രങ്ങളും വന്നു പോകുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ബിഗ് ബിയിലൊക്കെ ഫ്രെയിം അതിൽ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പലരുണ്ട്. പക്ഷെ അവർക്കൊന്നും അഭിനയിക്കാനുള്ള ഒരു പ്ലോട്ട് ഇട്ട് കൊടുക്കാൻ സംവിധായകന് അതിൻ്റെ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പല കോമഡി സീനുകളും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി. ചിലത് വർക്കൗട്ട് ആവുന്നുണ്ട്, പക്ഷെ ചിലത് അമ്പി പരാജയമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബസൂക്ക ഒരു തരത്തിലും ത്രസിപ്പിക്കാത്ത ഒരു സിനിമയായി